ശരിക്കും നിഷാദ് എന്ന ആ നടനെ ഇത്രത്തോളം തഴയാനും അതുപോലെ തന്നെ വളർത്താതിരിക്കാനും എന്താണ് ശരിക്കും അയ്യോ അമ്മയിലൊന്നും തഴച്ചിട്ടൊന്നുമില്ല. ഞാൻ അതിനകത്ത് കൊണ്ട് അമ്മയിൽ ഒരു ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ തഴയുന്നത് അതിൻ്റെ അല്ല. അത് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ ഇതല്ലേ, നമ്മൾ അവരുടെ ഡിസ്ക്രിപ്ഷനാണ് എന്താണെന്ന്. അപ്പോൾ 2 സിനിമയിൽ അഭിനയിച്ചവരോ അല്ലെങ്കിൽ 1 സിനിമയിൽ അഭിനയിച്ചവരോ ഞാൻ എന്നെ ഒരു നടനായിട്ട് അവർ കണ്ടു കാണത്തില്ല, ചിലപ്പോൾ ഒരു സംവിധായകനായിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല. എന്നെ മാനസികമായിട്ട് ഒരു തരത്തിൽ പോലും അത് അഫക്റ്റ് ചെയ്യാത്ത കാര്യമാണ്. ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. പിന്നെ താങ്കൾ ചോദിച്ചല്ലോ ആരെങ്കിലും റിജക്റ്റ് ചെയ്യുന്നു. കാര്യം നമ്മൾ ഒരു സമൂഹത്തിൽ പ്രത്യക്ഷ ശത്രുവും പരോക്ഷ ശത്രുവും ഉണ്ടാവും. പ്രത്യക്ഷ ശത്രുവിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും, നമ്മൾ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജാണെന്ന് കരുതിക്കോ. പരോക്ഷവും പുറത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ശത്രുക്കളെ നമുക്കൊന്നും അറിയില്ല. പുറത്തുനിന്നും പുറയുന്ന ഒരുത്തിന് അടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നേരിട്ടടിച്ചാൽ നമുക്ക് പറയാം അവനാണെന്ന് പറയാം. പുറയുന്ന ഒരുത്തിന് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ശത്രുക്കളെ എനിക്കറിയില്ല. എനിക്ക് ബോധ്യമുള്ള ശത്രുക്കളെ എനിക്കറിയാമല്ലോ. ശത്രുക്കൾ ഇൻ സെൻസ് എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടമല്ലാത്തോ, എന്നെ ശത്രുഭാവത്തിൽ സ്ഥാനത്ത് നിർത്തുന്നോ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണ്ടേ?